നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി ജനുവരി 2 മുതൽ 4 വരെ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പാതയുടെ നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. പട്ടാമ്പി നിളാശുപത്രി മുതൽ ഷൊർണൂർ IPT-GPT വരെയുള്ള പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായാണ് വീണ്ടും പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ജനുവരി 2 മുതൽ 4 വരെയാണ് പാതയിൽ വീണ്ടും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുക. സൗദി സ്റ്റീൽ മുതൽ മഞ്ഞളുങ്ങൽ പാടം വരെയുള്ള ഭാഗത്ത് ടാറിംഗ് നടക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഗതാഗത നിയന്ത്രണം. 2-ാം തീയതി പുലർച്ചെ 1 മണി മുതൽ ജനുവരി 4 രാവിലെ 7 മണി വരെയാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. പാലക്കാട് ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ വാണിയംകുളത്തു നിന്നും വലത്തോട്ട് തിരിഞ്ഞ് വെല്ലപ്പുഴ വഴി പട്ടാമ്പിയിലേക്ക് തിരിച്ചു പോകണം. പാലക്കാട് നിന്നും ഗുരുവായൂർ കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും തിരിച്ചു പോകേണ്ടതാണ്. പാതയുടെ നവീകരണ പ്രവൃത്തികൾ ഇനി പട്ടാമ്പി ടൗണിലേക്കാണ് കടക്കാനുള്ളത്. 4 കിലോമീറ്ററോളം വരുന്ന ദൂരമാണ് നവീകരണം നടപ്പാക്കുന്നത്. BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിക്കുന്നത്. കിഫ്ബിയിൽ നിന്നും 85 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം പുരോഗമിക്കുന്നത്. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ട വിവിധ പദ്ധതികളുടെ കരട് ലിസ്റ്റ് തയ്യാറാക്കുന്നതിനു വേണ്ടിയുള്ള ആസൂത്രണ സമിതി വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളുടെ യോഗം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VV ബാലചന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് കരട് ലിസ്റ്റ് അവതരിപ്പിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV സുന്ദരൻ അധ്യക്ഷനായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM രാജൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P വിനീത, വാർഡ് മെമ്പർമാരായ P ഷീബ, KM സലീം, ജൂനിയർ സൂപ്രണ്ട് സാജിദ് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വികസന ഗ്രൂപ്പുകൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ സമാഹരിച്ചു. വളരെ നേരത്തെ തന്നെ എല്ലാ ആളുകൾക്കും വർക്കിംഗ് ഗ്രൂപ്പിന്റെ വിവരം കിട്ടത്തക്ക വിധത്തിൽ തപാൽ മാർഗം കത്തുകൾ അയച്ചിട്ടുണ്ട്. അധികം നേരത്തെ പോയി തോന്നുമ്പോൾ എനിക്ക് സംശയം മറവി എല്ലാവർക്കും ഉള്ളതാണല്ലോ. അത്രയ്ക്ക് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അഞ്ചാൾ അന്നായിരുന്നില്ലേ എന്ന തരത്തിൽ അനുസരിച്ച് വിട്ടുപോയതുകൊണ്ടോ എന്നോ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പങ്കാളിത്തത്തിൽ അല്പം ഒരു കുറവ് നമുക്ക് അനുഭവപ്പെടുന്നു. എന്തായാലും നമുക്ക് പദ്ധതി രൂപീകരണം ഇനി താമസിച്ചുകൊണ്ട് പോകാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ നമ്മൾ വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പദ്ധതികൾ സമർപ്പിച്ച് അംഗീകാരം വാങ്ങാൻ വേണ്ടി നമുക്ക് വ്യത്യസ്ത ഘട്ടങ്ങൾക്ക് വേണ്ടി അനുവദിച്ച് തന്നിട്ടുള്ള ഡേറ്റുകളൊക്കെ തന്നെ കടന്നുപോയി. അപ്പോൾ ഇന്നലെ കൂടി കൊണ്ട് പറഞ്ഞതുപോലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കൂടി വന്നപ്പോൾ കുറെ കൂടി തടസ്സങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. ജില്ലകളിലൊക്കെ തന്നെ പദ്ധതി സമർപ്പിക്കുമ്പോൾ പദ്ധതി സമർപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ ഗ്രാമസഭകളും മറ്റും തടസ്സപ്പെട്ടു നിൽക്കുന്ന ഒരവസ്ഥ ഡിസംബർ മാസം വരെ നമുക്കുണ്ടായി. സഭാ തർക്കം. ചാലിശ്ശേരി പള്ളിയിൽ സെമിത്തേരിയിൽ പ്രവേശിക്കാനെത്തിയ യാക്കോബായ വിശ്വാസികളെ പോലീസ് തടഞ്ഞു. യാക്കോബായ വിശ്വാസികൾ സ്ഥലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ കുർബാന കഴിഞ്ഞ് 100 കണക്കിന് യാക്കോബായ വിശ്വാസികൾ മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറയിൽ പ്രാർത്ഥിക്കാനെത്തിയപ്പോഴാണ് പോലീസ് വിശ്വാസികളെ പ്രധാന ഗേറ്റിൽ തടഞ്ഞത്. സെമിത്തേരിയിലേക്ക് പോകുവാനെത്തിയപ്പോൾ പ്രധാന ഗേറ്റ് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ഒത്താശയോടെ പാലക്കാട് ജില്ലാ ഭരണകൂടം പോലീസിനെ ഉപയോഗിച്ച് വിശ്വാസികളെ തടയുകയാണെന്ന് യാക്കോബായ വിഭാഗം ആരോപിച്ചു. കഴിഞ്ഞ 15-ന് പ്രതിഷേധിച്ച യാക്കോബായ വിശ്വാസികളോട് 3 ദിവസത്തിനകം പരിഹാരം കണ്ടെത്താം എന്ന് നിർദ്ദേശിച്ചിരുന്നുവെന്നും 15 ദിവസം കഴിഞ്ഞും ഒരു നടപടിയും അധികാരികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെന്ന് പള്ളി ഭരണസമിതി പറഞ്ഞു. പ്രവേശനത്തിൽ തീരുമാനം ഉണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് സ്ത്രീകളും കുട്ടികളും മുതിർന്നവരുമായി 100 കണക്കിന് വിശ്വാസികൾ മാതൃദേവാലയത്തിന് മുന്നിലിരുന്ന് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം നടത്തിയത്. തുടർന്ന് ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ പ്രേമരാജ് ഫോണിലൂടെ ബന്ധപ്പെട്ട് ബുധനാഴ്ച ഇരുവിഭാഗവുമായി ചർച്ച നടത്താം എന്ന ധാരണയിൽ വിശ്വാസികൾ കുത്തിയിരിപ്പ് സമരം അവസാനിപ്പിക്കുകയായിരുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ പൂർവികരെ ഈ സെമിട്രിയിലാണ് അടക്കം ചെയ്തിട്ടുള്ളത്. അവരെ അടുക്കൽ പോയി ഒന്ന് പ്രാർത്ഥിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ കടന്നു വന്നത്. എന്നാൽ ഈ ഗേറ്റ് അതിന് വിപരീതമായി പൂട്ടുകയും അതുപോലെ തന്നെ പോലീസ് നിരന്ന് ഞങ്ങളെ തടയുകയും ചെയ്തു. അപ്പോൾ അല്പം മുമ്പ് RDO പ്രിയപ്പെട്ട സാറ് മിഥുൻ പ്രേംരാജ് ഞങ്ങളെ വിളിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ബുധനാഴ്ച നിങ്ങളുമായിട്ടൊരു ചർച്ചയുണ്ട്.
നിങ്ങളുടെ ആവശ്യങ്ങൾ ന്യായമായ രീതിയിൽ പരിഗണിക്കാമെന്ന് പറഞ്ഞതുകൊണ്ടും ഇന്ന് താൽക്കാലികമായി നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന RDOയുടെ വാക്കിനെ മാനിച്ചാണ് ഇവിടെ ഇന്ന് നമ്മൾ പിരിഞ്ഞു പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. 2017 സുപ്രീം കോടതി വിധിക്ക് ശേഷം ഓർത്തഡോക്സ് വിഭാഗത്തിന് ലഭിച്ച 60 ദേവാലയങ്ങളിൽ ചാലിശ്ശേരിയിൽ മാത്രമാണ് സെമിത്തേരി പ്രവേശനത്തിന് വിലക്കുണ്ടാകുന്നതെന്ന് ഇവർ ചൂണ്ടിക്കാട്ടി. പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ അനുവദിക്കാത്തത് നീതീകരിക്കാൻ കഴിയില്ലെന്ന് യാക്കോബായ വിഭാഗം ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ പറഞ്ഞു. ഇന്നും അതുപോലെ ചെയ്തിരിക്കണേ. ഗേറ്റ് അവരെ ഉള്ളിന്ന് പൂട്ടിയിട്ടില്ല. നിങ്ങൾ ഇതിനകത്തേക്ക് പള്ളിയിലേക്ക് ഒന്നും പ്രവേശിക്കാൻ പോകുന്നില്ല. ഞങ്ങൾ സെമിത്തേരിക്ക് മാത്രമേ പോകണ്ടോ. നമ്മൾ വേറെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ തന്നെ കയറുന്നു. ഞങ്ങൾക്ക് സെമിത്തേരിക്ക് മാത്രമേ വേണ്ടൂ. ഞങ്ങൾ പൂർവികരെ കല്ലറയ്ക്ക് പോവേ പറ്റുമോ. ചാലിശ്ശേരി സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം സ്ഥലത്തുണ്ടായിരുന്നു. സഭാ തർക്കക്കേസിൽ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി കേരള സർക്കാരിനോട് പഞ്ചായത്ത്, വില്ലേജ് തലങ്ങളിൽ വിശ്വാസികളുടെ എണ്ണം സംബന്ധിച്ച കൃത്യമായ കണക്കെടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ ഉദ്യോഗസ്ഥരെ അടിക്കടി സ്ഥലം മാറ്റുന്ന പ്രവണതയ്ക്കെതിരെ ജോയിന്റ് ഡയറക്ടറെ പരുതൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. പരുതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ, വൈസ് പ്രസിഡന്റ് നിഷിത ദാസ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ഹസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭി എടമന, വാർഡ് മെമ്പർമാരായ അനിത രാമചന്ദ്രൻ, രജനി ചന്ദ്രൻ, സൗമ്യ സുഭാഷ്, AKM അലി തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി താലൂക്ക് തല അഖില കേരള വായനോത്സവം പട്ടാമ്പി UP സ്കൂളിൽ സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ CP ചിത്രഭാനു ഉദ്ഘാടനം ചെയ്തു. 3 വിഭാഗങ്ങളിലായാണ് മത്സരം നടന്നത്. പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിലാണ് അഖില കേരള വായനോത്സവത്തിന്റെ പട്ടാമ്പി താലൂക്ക് തല മത്സരം സംഘടിപ്പിച്ചത്. പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂൾ വെച്ചായിരുന്നു മത്സരം. രാവിലെ പുരോഗമന കലാസാഹിത്യ സംഘം പാലക്കാട് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു മത്സരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ആ ക്ലാസ്സിലെ 4 or 5 കുട്ടികൾ മാത്രമാണ് ഷർട്ട് ഇട്ടിരുന്നത്. ബാക്കി എല്ലാവരും ഏതെങ്കിലും പണി കഴിഞ്ഞ് അതേപാട് ക്ലാസ് മുറിയിലേക്ക് കയറി വരുന്ന കാലമായി. പട്ടിണി എന്ന് പറയുന്നത് എഴുതി പഠിക്കുന്ന ഒരു വാക്കല്ല, മറിച്ച് ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു കാലമുണ്ടായി. പക്ഷെ അന്ന് വായനശാലയ്ക്കകത്ത് അതിൻ്റെ പോരായിരിക്കുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾക്ക് വിശപ്പുണ്ട്, വിഷമങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ വായിച്ചുകൊണ്ടേയിരിക്കുക. വായന കൊണ്ട് നിങ്ങൾക്ക് വിശപ്പിനെ മറക്കാൻ കഴിയും. വായന കൊണ്ട് നിങ്ങൾക്ക് ഉള്ളിലേറ്റ മുറിവിനെ ഉണക്കാൻ കഴിയും. വായന കൊണ്ട് നിങ്ങൾക്ക് വലുതാക്കാൻ കഴിയും എന്ന്. വായിച്ചു വലുതാവുക എന്ന് പറയുന്നത് ഭക്ഷണം കഴിച്ച് ശരീരം വലുതാവുന്നത് പോലെ തന്നെ മനസ്സ് വലുതാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് പ്രാവർത്തികമായി തീരുന്നത്. നിങ്ങൾ ശരീരം കൊണ്ട് എത്ര വലുതായാലും ശരി, മനസ്സുകൊണ്ട് അനുനിമിഷം ചുരുങ്ങിപ്പോയിട്ടുണ്ട് എങ്കിൽ ആ വലിപ്പത്തിന് എന്തർത്ഥം എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ ഭാഗം എന്ന്. ലൈബ്രറി കൗൺസിൽ താലൂക്ക് പ്രസിഡന്റ് MP മോഹനൻ അധ്യക്ഷനായിരുന്നു. താലൂക്ക് സെക്രട്ടറി T സത്യനാഥൻ, രാജൻ, രാമൻകുട്ടി, രാമചന്ദ്രൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 3 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്. ഹൈസ്കൂൾ വിഭാഗം 16 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ളവർ, 26 വയസ്സ് മുതൽ ഉള്ളവർ എന്നിങ്ങനെ 3 കാറ്റഗറികളിലായിരുന്നു മത്സരം ഒരുക്കിയത്. 200ഓളം പേർ മത്സരത്തിൽ പങ്കെടുത്തു. പെരിങ്ങോട് AKG നഗർ ഐഡിയൽ കലാവേദിയുടെ 32ാം വാർഷികം വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ മണി MP പെരിങ്ങോട് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ KM സലീം അധ്യക്ഷനായി. ഐഡിയൽ കലാവേദിയുടെ മുതിർന്ന സജീവ പ്രവർത്തകൻ കൂവപ്പാട്ടിൽ രാമകൃഷ്ണനെ ചടങ്ങിൽ ആദരിച്ചു. മൂളിപ്പറമ്പ് സ്വദേശിനിയായ വൃക്കരോഗിക്ക് കലാവേദിയുടെ സാമ്പത്തിക സഹായം കൈമാറുകയും നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥിനിക്ക് സൈക്കിൾ നൽകുകയും ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P വിനീത, വാർഡ് മെമ്പർ P ഷീബ, ഐഡിയൽ കലാവേദി കൺവീനർ ബഷീർ, സെക്രട്ടറി അജിത്, പ്രസിഡന്റ് പ്രസാദ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് പൊന്നൻ ബ്ലൂ മാജിക് ടീമിന്റെ മെഗാ വയലിൻ ഫ്യൂഷൻ ഷോയും നാട്ടുകാരുടെയും കുട്ടികളുടെയും കലാപരിപാടികളും അരങ്ങേറി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ശരിക്കും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ചെയ്യുന്ന ഒരു ക്ലബ്ബ് 32 വർഷത്തോളമായിട്ട്, അത് 1993 മുതൽ കൃത്യമായി എനിക്ക് ഞാൻ സർവീസിൽ കയറിയ വർഷമാണത്. പോലീസിൽ സർവീസിൽ കയറിയ വർഷമാണ് 1993. അവിടുന്ന് ഇങ്ങനെ ഇത്രയും കാലമായിട്ടും ഇത് തുടർച്ചയായിട്ട് ഓരോ വർഷവും അതിന്റെ പരിപാടികൾ അവതരിപ്പിച്ചും നാട്ടില് ക്ഷേമപ്രവർത്തനം നടത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമായിട്ട് കാണാൻ കഴിയില്ല. കാര്യം ഞാൻ തന്നെ ഈ ഒരു വേദിയിൽ ഒരു 3ാമത്തെ തവണ തന്നെ ഇത്തരം വേദിയിലേക്ക് എനിക്ക് കയറാൻ സാധിച്ചിട്ടുണ്ട്. ഇതിന് ബാലവേള ക്ഷണം പ്രകാരം എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്, വേദിയിൽ ഇരുന്നിട്ടുണ്ട്. അല്ലാത്ത പല സമയത്തും നമ്മൾ പുറത്തകത്തിലും നമുക്ക് കൂടെ ഭാഗമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ കൂടാതെ
ഇപ്പോൾ ഈ വയനാട് പുത്തുമല ഉണ്ടായ ദുരന്തത്തിൽ അവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവിടെ ഫോറസ്റ്റിൻ്റെ ഒരുപാട് പ്രവർത്തനം എൻ്റെ ബാച്ച്മേറ്റായിട്ടുള്ളൊരു ആഷിഫ് റേഞ്ച് ഓഫീസറും സംഘവും ഒരു കുട്ടികളെ രക്ഷപ്പെടുത്തി കാലത്തിൽ മറ്റേ ചെസ്റ്റിൽ കെട്ടിവെച്ച ഫോട്ടോകൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ അതിന് പിന്നീട് ഇവരുടെ ഈ ഐഡിയൽ കലാവിധരുടെ വീഡിയോ ഒക്കെ വാട്സപ്പിൽ വന്നിരുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് സാധനങ്ങൾ അവശ്യ സാധനങ്ങൾ ശേഖരിച്ച് ആ ദുരന്ത ഭൂമിയിലുള്ള എനിക്ക് സർക്കാരിൻ്റെ ഇതനുസരിച്ചുള്ള ആ ഒരു കളക്ടർ നിലയ്ക്ക് കൊടുത്തായിട്ട് ഉള്ള വിവരം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ നിന്നും ഇതുപോലെ സഹായം അവർക്ക് എത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ ബാച്ച്മേറ്റായിട്ടുള്ള ആഷിഫ് അവരോടൊക്കെ ഞാൻ വിളിച്ചു പറയാൻ അവസരം എനിക്ക് കിട്ടിയത്. എൻ്റെ നാട്ടിൽ നിന്ന് പറയാൻ പറ്റിയത് ഈ ഐഡിയ കലാവിധിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ മറ്റ് ക്ലബ്ബുകൾ സഹായിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അവർ നേതൃത്വം കൊടുത്തത് അവിടെ എത്തിച്ചു എന്നുള്ളത് അതൊരു ചെറിയ കാര്യമല്ല. അപ്പം നമ്മൾ ഇത്രയും തിരക്ക് പിടിച്ച ഈ കാലഘട്ടത്തിൽ ഇതിനൊക്കെ നടക്കുക എന്ന് പറഞ്ഞാൽ അപൂർവം കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. അപൂർവം കുറച്ച് വ്യക്തികൾക്ക് അല്ലെങ്കിൽ സംഘടനകൾക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഇവരുടെ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാക്കിയതിൽ അവസാനമായിട്ടൊരു 4-5 വർഷമായിട്ട് ഇതിലേക്കുള്ള യുവാക്കളുടെ എണ്ണം കുറഞ്ഞു വരുന്നു. ഇപ്പോഴും പഴയ കാലത്തുള്ള ആ പഴയ പ്രായമുള്ള ആളുകൾ തന്നെയാണ് ഇപ്പോഴും കൊണ്ടു നടക്കുന്നത് പറയുമ്പോൾ നമുക്കത്. കൊപ്പത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ മൻമോഹൻ സിംഗിനെ അനുസ്മരിച്ചു നടന്ന സർവകക്ഷി അനുശോചന യോഗം DCC ജനറൽ സെക്രട്ടറി കമ്മുകുട്ടി എടത്തോൾ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് കൊപ്പം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കൊപ്പത്ത് മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ സർവകക്ഷി അനുശോചന യോഗം സംഘടിപ്പിച്ചത്. DCC ജനറൽ സെക്രട്ടറി കമ്മുക്കുട്ടി എടത്തോൾ അനുശോചന യോഗം ഉദ്ഘാടനം ചെയ്തു. പല പ്രധാനമന്ത്രിമാർ രാജ്യം ഭരിച്ചിട്ടുണ്ട്, നാട്ടിലെ ഏറെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ മൻമോഹൻ സിംഗ് ചെയ്തതുപോലെ താഴെ തട്ട് ജനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി, വിതരാവകാശ നിയമം, ഭക്ഷ്യസുരക്ഷാ നിയമം ഉൾപ്പെടെയുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് അടിത്തട്ടിലെ ജനങ്ങളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം കാണിച്ച ആ ഒരു വലിയ കഴിവ് അത് നമ്മുടെ ഇന്ത്യയുടെ ഒരു വികസന രംഗത്തും അതോടൊപ്പം തന്നെ വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന സാധാരണക്കാരുടെ ഇടയിലും വലിയൊരു മികവാണ് അദ്ദേഹം കാണിച്ചത്. ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം വന്നതിന് ശേഷം മാത്രമാണ് ഇന്ന് കാണുന്ന പല വികസന പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാനും താഴെത്തട്ടിലുള്ള ജനങ്ങളെ അവർക്ക് തൊഴിലില്ലായ്മ വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനും കഴിഞ്ഞ മൻമോഹൻ സിംഗിന്റെ ഒരു വലിയ കഴിവായിട്ടാണ് നമ്മളൊക്കെ കാണുന്നത്. ആമിയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് TK ഷുക്കൂർ അധ്യക്ഷനായിരുന്നു. രാഷ്ട്രീയ മത സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. E. മുസ്തഫ, A. സോമൻ, AP രാമദാസ്, AK മുസ്തഫ, പരമേശ്വരൻ MM, ഗീതാ മണികണ്ഠൻ, T. ഉണ്ണികൃഷ്ണൻ, T. റിയാസുദ്ദീൻ, കരുണാകരൻ, ഉമ്മർ DK, ഷാജി തീയാട്ടിൽ, നൌഫൽ, ഷംസു തങ്ങൾ, വാസുദേവൻ മുത്തപ്പൻ, രവി സരോവരം, വേണുഗോപാൽ മാടാപ്പറമ്പിൽ, MN ചന്ദ്രൻ, സതീഷ്, അജയ് ഘോഷ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. 15 കിലോമീറ്റർ ഓടി 15ാമത് വിവാഹ വാർഷികം ആഘോഷിച്ച ദമ്പതികൾ പെരിങ്ങോട് പാലക്കിഴി ശ്രീകുമാറും രാധികയുമാണ് അപൂർവ മാർഗത്തിലൂടെ വിവാഹ വാർഷികാഘോഷം സംഘടിപ്പിച്ച് കൗതുകമായത്. വിവാഹ വാർഷിക ദിവസം രാവിലെ 6 മണിക്ക് പെരിങ്ങോട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്നും ദമ്പതികൾ ഓട്ടം തുടങ്ങി. ആമക്കാവ്, ചാലിശ്ശേരി, മധുപ്പുള്ളി, കറുകപ്പുത്തൂർ, ചാത്തന്നൂർ, എരിയേടം വഴി പെരിങ്ങോട് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഓട്ടം സമാപിച്ചു. മക്കളായ ശ്രീരാമും ശ്രീദേവും മാതാപിതാക്കളോടൊപ്പം ഓട്ടത്തിൽ പങ്കെടുത്തു. 1 മണിക്കൂർ 35 മിനിറ്റ് സമയത്തിൽ 15 കിലോമീറ്റർ ദൂരം ഓടി ഇവർ ഓട്ടം പൂർത്തിയാക്കി. റണ്ണേഴ്സ് പെരിങ്ങോടിന്റെ 50ഓളം അംഗങ്ങളും ദമ്പതികളോടൊപ്പം ഓടി പിന്തുണ നൽകി. തുടർന്ന് നടന്ന ചടങ്ങിൽ റണ്ണേഴ്സ് പെരിങ്ങോട് അംഗങ്ങൾ മൊമെന്റോ നൽകി ആദരിച്ചു. ശ്രീകുമാർ ബിസിനസ്സുകാരനും രാധിക അൻസാർ ട്രെയിനിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമാണ്. CCTV ന്യൂസ് പെരുമ്പിലാവ്. വരവൂർ കോൺഗ്രസ് 13ാം ബൂത്ത് പ്രസിഡന്റ് റഷീദ് വരവൂർ മുസ്ലിം ലീഗിൽ ചേർന്നു. മുസ്ലിം ലീഗ് തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ റഷീദ് വരവൂരിനെ സ്വീകരിച്ചു. വരവൂർ മണ്ഡലം ഭാരവാഹികളായ പഞ്ചായത്ത് സെക്രട്ടറി അയ്യൂബ് തളി, ട്രഷറർ ജലീൽ, മണ്ഡലം വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ, പഞ്ചായത്ത് അംഗം ബി വാത്തുകുട്ടി, മണ്ഡലം പ്രവർത്തന സമിതി അംഗം KM ഹനീഫ, ജില്ലാ പ്രവർത്തക സമിതി അംഗം മുഹമ്മദ് മണി, യൂത്ത് ലീഗ് വൈസ് പ്രസിഡന്റ് ജാഫർ കൊടപ്പുറം എന്നിവർ സംസാരിച്ചു. ചരമം തൃത്താല പൊളിക്കത്തൊടിയിൽ കല്യാണിക്കുട്ടിയമ്മ നിര്യാതയായി. 80 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. പരേതനായ ശിവശങ്കരൻ നായർ ഭർത്താവാണ്. രവീന്ദ്രൻ, സുരേന്ദ്രൻ, സുരേഷ് കുമാർ എന്നിവർ മക്കളാണ്. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.